ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യണോ അതോ പെട്രോൾ വാഹനം ചൂസ് ചെയ്യണോ എന്നൊക്കെ. അപ്പോൾ പലരും ആകെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം പുതിയതായിട്ട് വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ എടുക്കുന്നത് ബെറ്റർ, ഇലക്ട്രിക് വാഹനം എടുക്കുന്നത് ബെറ്റർ ആണോ, അല്ലെങ്കിൽ അതിന് നല്ലത് ഇനിയിപ്പം അത് എടുത്ത് കൂടുതൽ പണി കിട്ടുന്നതിന് ഭേദം പെട്രോൾ വാഹനം എടുക്കുന്നതാണോ നല്ലത് എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എടുക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിൽ യാതൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ദിവസം കൂടുതൽ ദൂരം ഓടുന്ന ഒരാളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കൊറിയർ സർവീസോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും ഷിപ്പിംഗ് പോലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു ദിവസം ഒരു 100 കിലോമീറ്ററിനൊക്കെ മേലെ ഓടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ഇലക്ട്രിക് വാഹനം എടുക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഉള്ളൊരു സംശയം എന്ന് പറയുന്നത്, ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഓടാൻ സാധിക്കുമോ, നമുക്ക് അതുകൊണ്ട് പണിയാവുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഉള്ളൊരു മറുപടി എന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഇലക്ട്രിക് വാഹനം എടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മളൊരു ഇടയ്ക്ക് വെച്ച് ചാർജ് തീരുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ റേഞ്ച് ഒക്കെ ഉള്ള രീതിയിലുള്ള സ്കൂട്ടർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓട്ടോ ഓടേണ്ട, ഒരു ദിവസം 100 കിലോമീറ്റർ കൂടുതലൊക്കെ ഓടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം 100 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും എന്നെ ചാർജ് ഇറങ്ങി പോവുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3-4 മണിക്കൂർ എക്സ്ട്രാ അത് ചാർജ് ചെയ്യാനായിട്ട് വേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ വരും. അപ്പം ആ ഒരു രീതിയിൽ ഒരു കാരണവശാലും ഇലക്ട്രിക് വാഹനം ഉപയോഗിച്ചിട്ട്, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നവർക്കൊക്കെ അത് നഷ്ടമായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്ററും അല്ലെങ്കിൽ 100 കിലോമീറ്റർ കൂടുതൽ ഓടുന്നവർക്കും, അതിലും കൂടുതൽ ഓടുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇതൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊരു നല്ല രീതിയിലുള്ള കാര്യം തന്നെ ആയിരിക്കില്ല. അതേസമയം കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊക്കെ ചാർജ് ആവുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ടെക്നോളജി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറഞ്ഞൊരു കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ഒരു 100 കിലോമീറ്ററോ അല്ലെങ്കിൽ 100 താഴെ ഉള്ളെങ്കിൽ പോലും നമുക്കൊരു 15 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇലക്ട്രിക് വാഹനം എടുക്കാത്തതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. പിന്നെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് വാഹനത്തിന് ഇത്രയും പ്രൈസ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് അത് പെട്രോൾ എടുക്കുന്നതല്ല നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പെട്രോൾ വാഹനത്തിന് നല്ല രീതിയിലുള്ള പ്രൈസ് കൂടിയിട്ടുണ്ട് ഈ ഒരു കൊറോണ കഴിഞ്ഞതിന് ശേഷം. സാധാരണ രീതി നോക്കുകയാണെങ്കിൽ സ്കൂട്ടികളുടെ ഒക്കെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ 1,00,000 രൂപയ്ക്ക് താഴെ ഉണ്ടായിരുന്ന സ്കൂട്ടികളൊക്കെ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,20, 1,30 വരെയുള്ള TVS എൻഡോർക്ക് പോലുള്ള സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ബൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രൈസ് കൂടിയിട്ടുണ്ട്. 250cc ഒക്കെ മേലേക്കുള്ള ബൈക്കിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 270, 280 ആ ഒരു പ്രൈസിലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹോർനെറ്റ് 160R ആണ്. അപ്പോൾ അതും വേറൊരു വണ്ടിയായിട്ടും എക്സ്ചേഞ്ച് ചെയ്യാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോർനെറ്റ് 2.0 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു. ആ മോഡൽ അത് ഏകദേശം 180, 182 ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 7 വർഷം മുമ്പൊക്കെ എടുത്ത പെട്രോൾ ബൈക്കിന്റെ പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് അന്ന് 1,00,000 രൂപയൊക്കെ ഉള്ള ഒരു അത്യാവശ്യം നല്ലൊരു സ്പോർട്സ് ബൈക്ക് കിട്ടുമായിരുന്നു. 150cc, 160cc ഒക്കെ ഉള്ള വണ്ടി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 150cc ഒക്കെ ഉള്ള വണ്ടികൾക്ക് തന്നെ രണ്ടിനടുത്തൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പം അത്രയ്ക്കും റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. ഇപ്പം പെട്രോൾ വണ്ടിക്കായാലും നല്ല രീതിയിലുള്ള പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ഇലക്ട്രിക് വാഹനത്തിന് മാത്രം പ്രൈസ് കൂടി എന്ന് പറയാനായിട്ട് പറ്റില്ല. പെട്രോൾ വണ്ടിക്കും ഇതേ പറഞ്ഞ പോലെ തന്നെ പ്രൈസിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ കൂടുതലായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചും നിർദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ടി വി എസ്, ബജാജ്, ഹീറോ മോട്ടോ കോർപ്പ്, അതുപോലെ തന്നെ ഏതർ പോലൊക്കെയുള്ള കമ്പനികൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഏതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു കമ്പനിയാണ്. ഇപ്പം നിലവിൽ വന്നിട്ട് 5 വർഷം ആയിട്ടുണ്ടെങ്കിൽ പോലും
നല്ല ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പെട്ടെന്ന് ഇപ്പൊ ചൈനീസ് അസംബിൾഡ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ലിക്ക് ആയിട്ടുള്ള മോഡൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. അങ്ങനത്തെ മോഡലുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മോഡലുകളൊക്കെ അല്ലാതെ ഇപ്പോഴുള്ള ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള പല കമ്പനികളുണ്ട്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പല കമ്പനികളും ഉണ്ട്. അങ്ങനെയുള്ള അടുത്ത് അങ്ങനെയുള്ള സ്കൂട്ടേഴ്സിന്റെ ഒക്കെ ഷോറൂംസ് ഒക്കെ ഏത് സമയത്ത് പൂട്ടി പോകുമെന്നും പറയാൻ പറ്റില്ല, കുറെ നമുക്ക് അനുഭവം ഉണ്ട്. അപ്പോ അങ്ങനെയുള്ളതല്ലാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അത് മാത്രമല്ല, എടുക്കുന്ന സമയത്തും ഇതിന്റെ സർവീസ്, അതുപോലെ തന്നെ ബാറ്ററി വാറണ്ടി, അത് കഴിഞ്ഞിട്ടുള്ള കോസ്റ്റ്, ബാറ്ററി കോസ്റ്റ്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ശേഷം മാത്രമേ വാഹനം എടുക്കാനായിട്ട് നിൽക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബാറ്ററി ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള വാറണ്ടി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ കഴിഞ്ഞിട്ടുള്ളത് എത്ര എന്നുള്ളതൊക്കെ നോക്കി കറക്റ്റ് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളിലും എടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കാനായിട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും. ഒന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ വീണ്ടും കാണാം ഫ്രണ്ട്സ്.